അമ്മേ മഹാദേവി, മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി. സർവാത്മജേ വിശ്വരൂപിണി മായാസ്വരൂപിണി സർവപദേ സദാംപദേ വിദ്യാപദേ കർമാൽ കർമ്മവിവഞ്ചികേ മായാസ്വരൂപിണി മഹേശ്വരി ഭക്തിസ്വരൂപിണി ശ്രദ്ധാരൂപിണി സ്നേഹസ്വരൂപിണി സർവവിദ്യാനന്ദരൂപിണി സർവവിദ്യാപ്രദായിനി സർവരോഗനിവാരിണി സർവസൗഖ്യപ്രദായിനി ശ്രീദേവി ജഗദംബികേ ശ്രീ ജഗന്മാതേ ശ്രീ മായാസ്വരൂപിണി ശ്രീ മഹേശ്വരി ധ്യാനപദേ ശ്രീ ജ്ഞാനപദേ ശ്രീ ബ്രഹ്മപദേ ശ്രീ ഹംസപദേ ശ്രീ സദാനന്ദസ്വരൂപിണി ശ്രീ ദേവി ജഗജ്ജനനി ശ്രീ ജഗദംബികേ ശ്രീ ജഗന്മാതേ ശ്രീ മായാസ്വരൂപിണി ശ്രീ മഹേശ്വരി ശ്രീ വായുപദേ ശ്രീ അഗ്നിപദേ ശ്രീ ജലപദേ ശ്രീ ആകാശപദേ ശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമഃ ശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമഃ ശ്രീ അമ്മേ ഭൂമിദേവി നമസ്തേ നമോ നമഃ. ഏവർക്കും പ്രണാമം, നമസ്കാരം. ഈശ്വരനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അറിഞ്ഞു തുടങ്ങുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള പരമാനന്ദകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. എപ്പോഴും മനസ്സിന് എന്തോ ഞാനറിയാതെ ആരോ ഉള്ളിലിരുന്ന് ആനന്ദിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ആ അനുഭവം എന്നിലൂടെ എന്തോ ഒരു ശക്തി നിറഞ്ഞു നിൽക്കുന്നെന്ന് ഒരു ബോധം വന്നുകൊണ്ടിരിക്കുന്നു. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അമ്മയോടായിക്കൊണ്ട് ഞാൻ ചോദിച്ച ചില സന്ദർഭങ്ങളും ചില വാക്കുകളും ആയതിൻ്റെ പോരായ്മകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ഇട്ടതിൽ എന്തെല്ലാമോ പോരായ്മകളോ കുറവുകളോ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു മനസ്സിലാക്കിയത് കൊണ്ട് ഒരു ലോങ് വീഡിയോ വിടണം എന്നുദ്ദേശിച്ചു. ഒരു ഷോർട്ട് വീഡിയോ വിടുമ്പോൾ ആയതിൻ്റെ സമയദൈർഘ്യം കുറവായതുകൊണ്ട് പറയുന്ന വാക്കുകൾക്ക് വേഗത വേണം എന്നുള്ളത് കൊണ്ട് എങ്കിലേ അത് പൂർത്തീകരിക്കാനാവൂ എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ പോരായ്മകളുള്ള വാക്കുകളായി പറയുകയും അത് കേൾക്കുന്നവർക്കത് പോരായ്മ ഉണ്ടെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ അതിനൊരു മങ്ങൽ ഏൽക്കുന്നതായിട്ട് അനുഭവിക്കുന്നു ഞാനും കേൾക്കുന്നവരും. ആയതിനൊരല്പം ശുദ്ധി വരുത്തിക്കൊണ്ട് പരിപൂർണത വരണം എന്നുദ്ദേശിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. പോരായ്മകൾ വന്നതിൽ, എല്ലാ വീഡിയോകളിലുമുള്ള പോരായ്മകളിൽ വന്നതിൽ ഖേദമുണ്ട്. ക്ഷമിക്കണം, പൊറുക്കണം, മാപ്പാക്കണം.
എങ്കിലും എല്ലാ വീഡിയോകളും കാണാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. എന്നെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എൻ്റെ വീഡിയോകൾ അല്പമെങ്കിലും കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ കേൾക്കാത്തവർക്കോ കേൾക്കാനിരിക്കുന്നവർക്കോ ഏവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഈ ഒരവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മഹാമായ ആ ജഗദീശ്വരി നല്ലത് വരുത്തട്ടെ. അമ്മേ മഹാദേവി, ഞാൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ച കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നു. ഇപ്രകാരമായിരുന്നു ചോദ്യം: അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രം, അമ്മയെ ഒരുപാട് പൂജാദ്രവ്യങ്ങൾ കൊണ്ടും ഹോമങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള പൂജാസമർപ്പണങ്ങൾ കൊണ്ടും അവതരണങ്ങൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും വർണ്ണനകൾ കൊണ്ടും ഒരുക്കങ്ങൾ കൊണ്ടും ഒരുപാട് കലാവൈവിധ്യമാർന്നിട്ടുള്ള അലങ്കാരങ്ങളോടുകൂടി അമ്മയെ പൂജിക്കുകയും പരിചരിക്കുകയും കൂട്ടുകയും ഉറക്കുകയും ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണമ്മേ എന്ന് ചോദിക്കുകയുണ്ടായി. അത് മലയാളത്തിൻ്റെ മണ്ണായ കേരളത്തിലാണോ അതോ നമ്മുടെ രാഷ്ട്രത്തിലാണോ മറ്റെവിടെയെങ്കിലും സംസ്ഥാനങ്ങളിലാണോ അതോ ലോകമാസകലമുള്ള മനുഷ്യർ എവിടെല്ലാമാണോ മനുഷ്യരും ജീവികളും ഉള്ളത് ആ ലോകങ്ങളിൽ എവിടെയെങ്കിലുമാണോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ക്ഷേത്രം നിലനിൽക്കുന്നത്? അപ്പോൾ അമ്മ പറയുകയുണ്ടായി, മകനെ, എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്ന ആരാധനകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമേ എനിക്കുള്ളൂ. ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടതും എനിക്കിഷ്ടപ്പെട്ടതും അവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സമർപ്പണം നടക്കുന്നത്. എങ്കിലമ്മേ, ഏത് രാജ്യത്താണതെന്ന് പറഞ്ഞാലും. അമ്മ പറയുന്നു, മകനെ, ആ ക്ഷേത്രമാണ് മകനെ നിൻ്റെ ശരീരമാകുന്ന ക്ഷേത്രം. നീയാകുന്നു ആ ക്ഷേത്രം. മകനെ, നിൻ്റെ ശരീരത്തിനകത്തിരിക്കുന്ന ആ ഹൃദയമാകുന്നു എൻ്റെ ശ്രീകോവിൽ. പരിപാവനതയോടുകൂടി നിലകൊള്ളുന്ന ആ ശ്രീകോവിലിനകത്ത് ഞാൻ സ്വസ്തിപദത്തിൽ ശാന്തിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സദാ വിരാജിക്കുന്നു. അമ്മേ, കർമ്മപദേ ധർമ്മപദേ സദാം പദേ സ്നേഹപദേ ശുദ്ധിപദേ വിദ്യാപദേ ജ്ഞാനാനന്ദരൂപിണി മഹേശ്വരി ഭഗവതി ഭക്തിസ്വരൂപിണി ശ്രദ്ധാരൂപിണി ധർമ്മസ്വരൂപിണി സത്യസ്വരൂപിണി കർമ്മവിഭഞ്ജികേ ജഗദീശ്വരി ജഗദംബികേ ദേവി കാർത്യായനി ഭൃഗുപദേ ബ്രഹ്മാത്മജേ സ്വസ്തിപദേ ദേവി ബ്രഹ്മരൂപേ
ദേവി ശാന്തിരൂപേ സ്വസ്തിരൂപേ ഹൃദയസ്വരൂപിണി ഇപ്രകാരമെല്ലാം അമ്മയിൽ നിന്നും ഉണ്ടായപ്പോൾ അമ്മ പറയുകയുണ്ടായി, നിന്റെ ഹൃദയത്തിലാണ് ഞാനിരിക്കുന്നതെന്നും നീ എനിക്ക് നൽകുന്ന സമർപ്പണം നിന്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ഞാനെല്ലാം സ്വീകരിച്ചുകൊണ്ട് നിന്നോട് കൂടെ തന്നെ ഞാൻ സദാ സഞ്ചരിക്കുന്നു. നീ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നീ ദുഃഖിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും നീ കർമ്മം ചെയ്യുമ്പോഴും നീ ചിന്തിക്കുമ്പോഴും ആശയങ്ങൾ നിൻ്റെ ഉള്ളിൽ വരുമ്പോഴുമെല്ലാം ഞാൻ നിൻ്റെ ഉള്ളിൽ തന്നെ സദാ വിരാജിക്കുന്നു. എല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ആയ നിൻ്റെ ഹൃദയത്തിൽ നീ സമർപ്പിക്കുന്ന സ്നേഹവചസ്സുകളെല്ലാം എനിക്ക് ഹവിഷായി മാറുന്നു, നിത്യമായിത്തീരുന്നു. മകനെ, ശുദ്ധമായിട്ടുള്ള സമർപ്പണം നടക്കുന്നത് ആ ക്ഷേത്രത്തിൽ മാത്രമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിലുള്ളതെല്ലാം മികവുറ്റത് തന്നെ. ഈ ക്ഷേത്രത്തിലെ ഉള്ള ആ മികവ് ഈ ലോകത്തിലുള്ള ഒരു ക്ഷേത്രത്തിലും ഉണ്ടാകുകയില്ല. ഇന്നലെ ഉണ്ടായിട്ടുമില്ല, ഇന്നും ഉണ്ടായിട്ടുമില്ല, ഇനി നാളെയും ഉണ്ടാകുകയും ഇല്ല. അപ്രകാരമാണ് ആ ക്ഷേത്രവും നിൻ്റെ ഹൃദയമാകുന്ന ആ ശ്രീകോവിലും നിൻ്റെ ശരീരമാകുന്ന ക്ഷേത്രവും ഞാനും തമ്മിലുള്ള ബന്ധം. അത് അറ്റാലും അറത്താലും ഒഴിവാക്കാത്തതായിട്ടുള്ള ആ ശ്രീകോവിലിനകത്ത് ഞാൻ സദാ വിരാജിക്കുന്നു. അത് പോകുന്ന നാളുണ്ട്. അത് വന്ന നാളുണ്ടെങ്കിൽ എൻ്റെ ശരീരമാകുന്ന ക്ഷേത്രം എപ്പോൾ മുതൽ സൃഷ്ടിക്കപ്പെട്ടു ആയതിനൊരു കാലപരിധിയുണ്ട്. എൻ്റെ ശരീരത്തിന് ഒരു ഉറപ്പ് കുറവെന്നുള്ള സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ആയതിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് വീണ്ടും ഞാൻ പ്രവേശിക്കും. മകനെ, പല രഹസ്യങ്ങളും ഇത് സംബന്ധമായി നിലകൊള്ളുന്നു. അത് ക്രമേണ വീണ്ടും വിവരിച്ചു കൊള്ളാം. ഇപ്പോൾ നീ 1-ാം ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നിനക്ക് ഇത്രയെങ്കിലും പറഞ്ഞു തരുവാനായിക്കൊണ്ട് എനിക്ക് സാധിച്ചതിൽ ഞാൻ ഒരുപാട് ആനന്ദിക്കുന്നു. ഇനി നീ 1-ാം ക്ലാസ്സിൽ ചേർന്നിട്ടേ ഉള്ളൂ, പഠനം തുടങ്ങിയിട്ടുള്ളൂ. ശ്രദ്ധിച്ചുകൊണ്ട് നീ പഠിക്കണം. പഠിച്ച് 1-ൽ നിന്നും 2-ലേക്കും 2-ൽ നിന്നും 3-ലേക്കും 3-ൽ നിന്നും 4-ലേക്കും അങ്ങനെ 5-ലേക്കും എത്തണം. നീ നല്ല മാർക്ക് വാങ്ങിക്കൊണ്ട് നല്ലൊരു വിദ്യാർത്ഥിയായി പഠിക്കണം. അച്ചടക്കമുള്ളൊരു വിദ്യാർത്ഥിയായി പഠിക്കണം. മനുഷ്യനായി പിറന്ന നീ മനുഷ്യനായി തന്നെ നിലകൊള്ളണം. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും പഠനവും ആവണം നിൻ്റെ പഠിപ്പ്. ആയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നീ തെറ്റെന്തെന്നും ശരിയെന്തെന്നും എന്നെ അറിയിക്കണമെന്ന് ഒരുപാട് ചോദിക്കുമ്പോഴും ഞാൻ ഒരുപാട് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ആരും പറഞ്ഞത് കേട്ടില്ല, അതിന് തലേ ദിവസവും ആരും പറഞ്ഞത് കേട്ടില്ല. അങ്ങനെ പല ദിനവും കഴിഞ്ഞുപോയി. ഇപ്രകാരമുള്ളൊരു ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് ആയത് കേട്ടപ്പോൾ ഒരുപാട് ഉള്ളുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്തു. ആ വിളി ഞാൻ കേട്ട ഉടനെ ഞാൻ ഉണർന്നില്ലേ, ദേവി ചോദിച്ചതിലോ പറഞ്ഞതിലോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ
കർമ്മം കൊണ്ടോ പൂജകൾ കൊണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം, മാപ്പാക്കണം. ഇത്രയും കാലം അറിഞ്ഞതും കേട്ടതും വെച്ചുകൊണ്ട് രേഖകളോ ചരിത്രങ്ങളോ കാണാതറിയാതെ ചെയ്തതും സമർപ്പിച്ചതും അപ്രകാരമായിരുന്നമ്മേ. എവിടെ നിന്നും പഠിക്കാനായിക്കൊണ്ടുള്ള സാഹചര്യം ജീവിതം കൊണ്ട് കൈവരാത്തത് കൊണ്ട് കൂടെ ഉണ്ടായിരുന്നവർ അവരെന്തെല്ലാമാണോ ചെയ്തത് അത് നോക്കി എന്തെല്ലാമോ ചെയ്തു എങ്കിലും പറയുമായിരുന്നു. കഷ്ടതകൾ മാറുന്നില്ല, ദുരിതങ്ങൾ മാറുന്നില്ല. ഒരുപാട് തേങ്ങലുകൾ പല ഭാഗത്തു നിന്നും കേൾക്കുന്നു. ഈശ്വരനെ ഇപ്രകാരമെല്ലാം പൂജിച്ചതുകൊണ്ട് എന്നിട്ടും തേങ്ങലുകളോ ദുരിതങ്ങളോ രോഗങ്ങളോ ദോഷങ്ങളോ കുടുംബത്തിൽ നിന്നും കുലത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ലോകത്തിലുള്ള ഒരു മനുഷ്യരിൽ നിന്നും വിട്ടുമാറാതെ സദാ നിലകൊള്ളുന്നു. കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആയവ എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നു. അമ്മേ, അമ്മേ മഹാദേവി, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ആരോട് ചോദിക്കണം? ആയതിൽ നിന്നുള്ള ഉത്തരം ആര് നൽകപ്പെടും? ആരാണതിന് യോഗ്യത ഉള്ളൊരാൾ? ആയതിനാരെയും കാണാതെ വന്നപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ആർക്കാണോ എന്താണോ ഏതാണോ സമർപ്പിക്കുന്നത് ആ ഭാഗത്ത് നിന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടണം. ഏറ്റവും ഉത്തരം തരുവാനായിക്കൊണ്ട് അവകാശപ്പെട്ടതും ഏറ്റവും ഉചിതമായ ഉത്തരം കിട്ടുന്നതും അവിടുന്ന് തന്നെ ആകണം. ആയതിന് മാത്രമേ ആ ഉത്തരം തരുവാനായിക്കൊണ്ട് കഴിവുള്ളൂ. ആയതിൽ നിന്ന് കിട്ടുന്ന ഉത്തരമേ അതിനേതിനും ചോദ്യത്തിന് ആയ സമർപ്പണം ആകുകയുള്ളൂ. ആ ഉചിതമായിട്ടുള്ള ഉത്തരം കിട്ടുന്ന സന്ദർഭം മുതൽ ഒരുപാട് ഞാൻ ആനന്ദിച്ചിട്ടുണ്ട്. ആയതിപ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും അമ്മേ, ഇനി എന്ത് ചെയ്യണം? ഇനി അമ്മയ്ക്കായി എന്ത് തരണം? ഇനിയുള്ള പൂജ എവിടെ വെച്ച് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിഞ്ഞുകൂടാ. അമ്മ പറയുന്നു, മകനെ, നീ ഇനി മുതൽ എനിക്ക് ദ്രവ്യങ്ങൾ കൊണ്ടോ പായസം വെച്ചുകൊണ്ടോ പലഹാരങ്ങൾ വെച്ചുകൊണ്ടോ സമയം പാഴാക്കിക്കൊണ്ട് എന്നെ പൂജിക്കാനായിക്കൊണ്ട് നീ ഇനി മുതിരരുത്. പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും വാസനാസ്ഥാനത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയും എങ്കിൽ എൻ്റെ ഉള്ളിലാണെന്നമ്മ പറഞ്ഞപ്പോൾ ഇനിയൊന്നും ചെയ്യാതിരിക്കുന്നതെങ്ങനെ? ഞാൻ അമ്മയെ പ്രീതിപ്പെടുത്തുന്നതും പ്രസാദിപ്പിക്കുന്നതും എപ്രകാരമാണെന്നറിയില്ല. മകനെ, നിന്റെ ജീവിതം എനിക്ക് പൂജയായി സമർപ്പിക്കണം. മകനെ, നിന്റെ ജീവിതം തന്നെയാണിനി എനിക്ക് പൂജയായി മാറേണ്ടത്. പൂജയാണ് മകനെ എനിക്ക് അഭിഷേകമായി മാറേണ്ടത്. നിന്റെ ജീവിതം എനിക്കായി സമർപ്പിക്കണം സദാസമയങ്ങളിൽ. അതെങ്ങനെയാണമ്മേ? നീ ജീവിക്കുകയല്ലേ? ആയതിൽ നിനക്കെല്ലാം എന്തെല്ലാം ഉണ്ട്? നിനക്ക് ചുറ്റും നിന്റെ കർത്തവ്യ നിർവഹണത്തിൽ നീ
മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യവും ധർമ്മവും നിലനിർത്തിക്കൊണ്ടാവണം നിൻ്റെ ഓരോ നീക്കങ്ങളും. ആയതിൽ നീ സ്വഭാവശുദ്ധിയോടുകൂടി ഏതിനെയും കണ്ടുകൊണ്ട് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വെച്ച് പുലർത്തിക്കൊണ്ട് നീ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എനിക്കേറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള യജ്ഞമായി എന്നിൽ ആയവ ഭവിക്കുന്നു. എൻ്റെ ഓരോ സമർപ്പണവും മഹായാഗമായി എന്നിൽ വന്നെത്തിച്ചേരുന്നു. അതാണ് മകനെ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള കർത്തവ്യം. ഒരു മനുഷ്യനായി ജനിച്ചാൽ ആ മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി അവൻ്റെ സമർപ്പണമെല്ലാം ആ മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും മാനുഷിക മൂല്യങ്ങൾക്കുതകുന്നതും സത്യധർമാദികളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള നിഷ്ഠകളും ചര്യകളും ഉപാസനകളും കൊണ്ട് അഭിവൃദ്ധിയോടുകൂടി ശാന്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും നയിക്കുന്നൊരു ഗൃഹനാഥനായി നീ മാറണം. അപ്രകാരം നിന്നുകൊണ്ട് നിന്റെ കർത്തവ്യങ്ങൾ ഓരോന്നും ചെയ്യുക വേണം. അമ്മേ, അപ്രകാരമെല്ലാം ഈ ദരിദ്രനായിട്ടുള്ള എനിക്ക് സാധിക്കുമോ? എന്തേത് ചെയ്യണമെന്നും എന്തേത് ചെയ്യണ്ടാമെന്നും ഒന്നൊന്നും അറിയാതെ കണ്ട് ജീവിക്കുന്നു. ഗ്രന്ഥങ്ങളോ ചരിത്രങ്ങളോ ഹൈന്ദവപരമായൊന്നും അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല ഞാൻ. വേദങ്ങളെന്തെന്നോ പുരാണങ്ങളെന്തെന്നോ കണ്ടിട്ടില്ല ഞാൻ. എപ്രകാരമാണോ അമ്മയെ ഞാൻ ഊട്ടിയതെന്നും ഉറക്കിയതെന്നും ഞാൻ പോലും അറിയാതെ സംഭവിച്ചിട്ടുള്ളതാവാം. ആയതുകൊണ്ടാവാം അമ്മ ഇപ്രകാരമുള്ള വാക്കുകളെല്ലാം പറഞ്ഞെന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ഞാൻ ഓരോ എൻ്റെ ചലനങ്ങളും അമ്മേ നല്ലതിലൂടെ മാത്രമേ അവിടെ നിന്നും ചലിപ്പിക്കാൻ പാടുള്ളൂ അമ്മേ. കാരണം ഒന്നും അറിഞ്ഞിട്ടില്ലാത്തവ ഞാൻ എന്തേതും അറിയാതെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ, പോരായ്മകളുള്ള ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ എന്നെ അവിടുന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് അമ്മയിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനായിക്കൊണ്ട് അമ്മ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്തേത് ചെയ്യുമ്പോഴും അറിഞ്ഞാണോ അറിയാത്തതാണോ ഓർത്താണോ ഓർക്കാതെയാണോ ചെയ്യുന്നതെന്ന് അമ്മ നോക്കണം. ഞാൻ ഒന്നും അറിയില്ലാതെ വളർന്നവനാ. ഇന്നുവരെ ഒന്നും നൽകുവാനായിക്കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനിയും എന്തെങ്കിലും നൽകുവാനാകുമോ എന്നുള്ളൊരുറപ്പും ഈ ഉള്ളവൻ്റെ മുമ്പിൽ കാണുന്നില്ല. എപ്പോഴെങ്കിലും ഏതേതെങ്കിലും ജന്മത്തിൽ ഏതേതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ ആയതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ട് അടിയനെ പ്രാപ്തയാക്കണം. ഏതേതെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഏതേതെങ്കിലും ജന്മങ്ങൾ കൊണ്ട് മനുഷ്യകുലം ഉണ്ടായിട്ടുള്ള കാലം മുതൽ എന്നിൽ നിന്നും ഏതേതെങ്കിലും തരത്തിലുള്ള മനുഷ്യനും മാനുഷിക മൂല്യങ്ങൾക്കും ജീവികളുടേതായിട്ടുള്ള നാശത്തിനോ പ്രകൃതിക്കോ പ്രപഞ്ചത്തിനോ ഗുരുവിനോ രക്ഷിതാക്കൾക്കോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ മതത്തിനോ സംസ്കാരത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രപഞ്ചത്തിനോ പ്രകൃതിക്കോ ജലത്തിനോ വായുവിനോ അഗ്നിക്കോ സർവചരാചരങ്ങൾക്കോ സർവചരാചര സൃഷ്ടികൾക്കോ അമ്മേ മഹാദേവി വൃക്ഷലതാദികൾക്കോ പക്ഷിമൃഗാദികൾക്കോ സസ്യലതാദികൾക്കോ അമ്മേ പറയുവാൻ വാക്കുകൾ കിട്ടുന്നില്ലെങ്കിലും പറയുന്നു അമ്മേ. ഈ ഉള്ളു കാണുന്നതെല്ലാം ഈ എന്തെല്ലാമാണോ അമ്മേ, ആയതിനോട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ അശ്രദ്ധയോ അശുദ്ധിയോ അജ്ഞതയോ അടിയൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ
പുറത്ത് മാപ്പാക്കണം അമ്മേ. അമ്മേ മഹാദേവി, അത്രവുമല്ല അമ്മേ മഹാദേവി, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ജീവിതമായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, ഈ നിമിഷം മുതൽ അമ്മേ അമ്മ തന്ന ആയുസ് വരേക്കും ഇവിടെ നിൽക്കുവാനുള്ള ആ സന്ദർഭം അമ്മ അനുവദിച്ചിട്ടുള്ള സമയം വരേക്കും അമ്മേ ഏതാണോ ജീവിതപരമായിട്ടോ ഏതെങ്കിലും കർമ്മങ്ങളിൽ ഞാൻ ബന്ധപ്പെടുന്നത് അമ്മേ ആയവ ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി, വൃത്തിയോടും ഭംഗിയോടുകൂടിയും ഉറപ്പോടുകൂടിയും സർവ അലങ്കാരങ്ങൾക്കോടുകൂടിയും സത്യത്തോടും ധർമ്മത്തോടുകൂടിയും നീതിയോടുകൂടിയും ന്യായത്തോടുകൂടിയും ധർമ്മത്തിലടിസ്ഥാനമായിട്ടുള്ളവ ധർമ്മമൂല്യങ്ങൾക്ക് ഉചിതമായ രീതിയിലൂടെ ആയതിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സ്നേഹത്തിനും സമാധാനത്തിനും ശാന്തിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അമ്മേ ആയതിലൂടെ മുന്നോട്ടു പോകുവാനായിക്കൊണ്ടം അനുഗ്രഹിക്കണം. മാത്രവുമല്ല ആയതിൻ്റെ എല്ലാം മുൻപിലും പിൻപിലും എല്ലായിടത്തും അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും വേണ്ടതാകുന്നു. ഞാൻ എന്നെ കൊണ്ടൊന്നും സ്വന്തം ചെയ്യുവാനായിക്കൊണ്ട് ആകില്ലമ്മേ. മഹാദേവി മഹേശ്വരി, യാതൊരു തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും കൂടാതെ, അശ്രദ്ധ കൂടാതെ, അജ്ഞത കൂടാതെ, അശുദ്ധി കൂടാതെ, ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി, ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും, ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സർവ ആചാര്യന്മാരെയും സർവദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവഗുരുക്കന്മാരെയും സർവേശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസാ സ്മരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യിപ്പിക്കുന്നവർക്കും ആയതിൻ്റെ ഉടമകൾക്കും ആയതിൻ്റെ ഉപഭോക്താക്കൾക്കും ഏവരുടെയും കുടുംബങ്ങൾക്കും ഗുണം ചെയ്യത്തക്ക രീതിയിൽ കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി, പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി, ജോലികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി, ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, അനുഗ്രഹിക്കണം ജഗദീശ്വരി. യാതൊരു തെറ്റുകുറ്റങ്ങളും കൂടാതെ കണ്ട്, അശ്രദ്ധ കൂടാതെ, അജ്ഞത കൂടാതെ, അശുദ്ധി കൂടാതെ, ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി, ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവാചാര്യന്മാരെയും സർവദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവഗുരുക്കന്മാരെയും സർവേശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടുപരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസാ സ്മരിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള കഴിവ് നൽകി, കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി, പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി, ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി. അമ്മേ 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 ജോലി എടുക്കുന്നവർക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും, എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അമ്മേ മഹാദേവി, ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യിപ്പിക്കുന്നവർക്കും കർമ്മം ചെയ്യുന്നവർക്കും കർമ്മം ചെയ്യിപ്പിക്കുന്നവർക്കും ക്രിയകൾ ചെയ്യുന്നവർക്കും ക്രിയകൾ ചെയ്യിപ്പിക്കുന്നവർക്കും പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നവർക്കും
ഏവരുടെയും കുടുംബങ്ങൾക്കും കുലത്തിനും കുടുംബത്തിനും ഗോത്രത്തിനും ഉതകുന്ന രീതിയിൽ, മനുഷ്യനും മനുഷ്യകുലത്തിനും ഉതകുന്ന രീതിയിൽ, മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിൽ, ധർമ്മത്തിൽ ഉതകുന്ന രീതിയിൽ, സത്യത്തിൽ ഉതകുന്ന രീതിയിൽ, സ്നേഹത്തിൽ ഉതകുന്ന രീതിയിൽ എല്ലാ പ്രവൃത്തികളും എല്ലാം ഏതും ചെയ്യുവാനായി കൊണ്ടുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണം ജഗദീശ്വരി, അനുഗ്രഹിക്കണം ജഗദീശ്വരി, അനുഗ്രഹിക്കണം ജഗദീശ്വരി. ഏവർക്കും ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന, ഇപ്രകാരമെല്ലാം കേട്ടുകൊണ്ടിരുന്നതാരൊക്കെയാണോ ആയവരിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ദോഷകരമായിട്ടുള്ള ചിന്തകളും ദോഷകരങ്ങളായിട്ടുള്ള പ്രവൃത്തികളും ദോഷകരങ്ങളായിട്ടുള്ള കർമ്മങ്ങളും ദോഷകരങ്ങളായിട്ടുള്ള ക്രിയകളും ഏവരിൽ നിന്നും അമ്മേ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏവരുടെയും കർമ്മത്തിലും ക്രിയകളിലും പ്രവർത്തനങ്ങളിലും ജോലികളും ശുദ്ധി കൈവരുത്തി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി, രക്ഷിക്കണം, അനുഗ്രഹിക്കണം ജഗദീശ്വരി.